ശബരിമലയിൽ 12 ദിവസത്തിനുള്ളിൽ വരുമാനം 63 കോടി രൂപ കടന്നു. കഴിഞ്ഞ വർഷത്തേക്കാളും 15 കോടി രൂപയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും എടുത്ത മുൻകരുതൽ നടപടികൾ ഫലം കണ്ടുവെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. നട തുറന്ന ആദ്യ 12 ദിവസം ശബരിമലയിൽ 9,13,437 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ലക്ഷം തീർത്ഥാടകരാണ് അധികമായി ഈ വർഷം എത്തിയത്. വരുമാനത്തിലും 15 കോടി രൂപയുടെ വർധനവ് ഈ വർഷമുണ്ട്. 47,12,156 കോടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ 12 ദിവസം പൂർത്തിയാകുമ്പോഴുള്ള വരുമാനം. ഈ വർഷം അത് 63,11,14,111. അധിക വരുമാനം എന്ന് പറയുന്നത് 15,89,12,575. സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയ മുന്നൊരുക്കങ്ങൾ ഫലം കണ്ടു. 20 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും മറ്റ് വിവിധ വകുപ്പ് മന്ത്രിമാരും അതിലെ ഉദ്യോഗസ്ഥന്മാരും, അത് ചീഫ് സെക്രട്ടറി മുതൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനം ആണ് ഇതിൻ്റെ ഈ വിജയത്തിന് പിന്നിലെന്ന് യാതൊരു മടിയുമില്ലാതെ പറയുവാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് 70 നേരമായി തുടരും. എന്നാൽ ശബരിമലയിലെത്തുന്ന എല്ലാവർക്കും ദർശന സൗകര്യം ഒരുക്കും. ഒരു ആശങ്കയ്ക്ക് ഇവിടെ ഇല്ലാതെ പറയുന്നു. എത്ര പേർ നമുക്ക് മാലയിട്ട് പതന്നൂറ്റ് വന്നാലും ഒരാളും തിരിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശബരിമലയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗങ്ങളായ G സുന്ദരേശൻ, അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. കൈരളി ന്യൂസ് സന്നിധാനം.